ഹലോ ഫ്രണ്ട്സ്, ആമീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യക്കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. 4 മുതൽ 15 വരെ നീളുന്ന ഈ തെയ്യക്കാല ദിനങ്ങളിൽ നരസിംഹ അവതാരമായ വിഷ്ണുമൂർത്തിയെ കാണാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളും അവിടെ ഒഴുകിയെത്തുകയാണ് പതിവ്. എങ്ങനെ പറയണമെന്നറിയില്ല. അവിടെ വന്ന് അനുഭവിച്ചാലേ അവിടുത്തെ തിരക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രക്കും തിരക്ക് പിടിച്ച ഇതുപോലെയുള്ള ഒരു ക്ഷേത്രം ഞാൻ വേറെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഞാൻ കണ്ടിട്ടുള്ളത് നീലേശ്വരം മന്നംപുറത്ത് കാവിലാണ്. ഇത്രക്ക് ഭക്തജന തിരക്ക് ഞാൻ നേരിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ പറയണമെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ. അത്രക്ക് മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. വിഷമഘട്ടത്തിലും നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ രൂപത്തെ അവിടെ വചനമിരുന്ന് നമ്മുടെ ആഗ്രഹ സഫലത്തിനായി ജനങ്ങൾ വചനമിരിക്കാറുണ്ട്. തെയ്യ സമയത്ത് എല്ലാ ദിവസവും 2 നേരം അന്നദാനം നടത്താറുണ്ട്. ഈ അന്നദാനത്തിനായും എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ 2 നേരവും അന്നദാനം നൽകാറുണ്ട്. പിന്നെ ഇവിടുത്തെ ചന്തയെ പറ്റി പറഞ്ഞാൽ ടൗണ് മുതൽ, അതായത് ചീമേനി ടൗണ് മുതൽ അമ്പലനട വരെ, അമ്പലനടയുടെ ഉള്ളിൽ വരെ നീണ്ടു നിൽക്കുന്ന ചന്തയാണ് ഇവിടെയുള്ളത്. പറ്റി ഞാൻ അധികം വർണ്ണിക്കുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വർണ്ണനയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഈ ചന്തയുള്ളത് എന്ന്. ചീമേനിയിലെ ഈ തെയ്യത്തിന് ശേഷം നീലേശ്വരം മന്നംപുറത്ത് കാവിലെ തെയ്യത്തോടെ ഏകദേശം വടക്കൻ കേരളത്തിലെ തെയ്യക്കാലം അവസാനിക്കാറായി. ചീമേനിയിലെ ഈ ഉത്സവത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇതിഹാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.